ഹരേ രാമാം ഹരേ കൃഷ്ണാം. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ വിഷു വരുന്നത് 2026 ഏപ്രിൽ 15 ബുധനാഴ്ചയാണ്. കൊല്ലവർഷ കലണ്ടർ പ്രകാരം 1201 മേടം 2-നാണ്. അതായത് രാത്രിയും പകലും തുല്യമാകുന്ന ദിവസം മേടം 1-നാണ് മേടവിഷു ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ തുലാം 1-ന് തുലാം വിഷുവും ആഘോഷിക്കും. സൂര്യൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്കുള്ള യാത്രയാണ് സംക്രാന്തി. ഈ സംക്രാന്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാവിഷു എന്നറിയപ്പെടുന്നത്. ഇനി തിരുവോണം നക്ഷത്ര ജാതകരുടെ 2026 വിഷു ഫലം നോക്കാം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി നാം പരിഗണിക്കപ്പെടുന്ന 27 നക്ഷത്രങ്ങളിൽ 22ാമത്തെ നക്ഷത്രമാണ് തിരുവോണം. 10ാമത്തെ രാശിയായ മകരത്തിലാണ് തിരുവോണത്തിൻ്റെ സ്ഥാനം. തിരുവോണം നക്ഷത്ര ജാതകർ പൊതുവെ വളരെയധികം ധീരരും ഉദാസീനരും, ജ്ഞാനസമ്പാദനം, കാര്യശേഷി, ദീർഘകാല ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനം, കുലീനത, ദാനശീലം, നിരന്തരമായ പ്രയത്നശീലം, പരോപകാര തൽപരത എന്നീ ഗുണങ്ങളോട് കൂടിയ ആളുകളാണ് തിരുവോണം നക്ഷത്ര ജാതകർ. പൊതുവെ ഈ നക്ഷത്ര ജാതകർ എല്ലാവിധ പ്രതിസന്ധികളിലും കഠിനമായി പ്രയത്നിച്ച് മുന്നേറുവാൻ ധൈര്യമുള്ള ആളുകളാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരു അടിത്തറ വേണമെന്ന ആഗ്രഹത്തോടുള്ള പ്രവർത്തനത്തിൽ ഇവർ ഏത് കാര്യങ്ങളും ഏറ്റെടുക്കുവാൻ ധൈര്യമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ ഉപജീവനം തേടുന്നവരും, ധനമുള്ളവരും, സ്വന്തം വീട് വെടിഞ്ഞ് മാറി താമസിക്കുന്നവരും, സുഖമായ ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്നവരും, പണച്ചിലവുള്ളവരും, സത്യം പറയുന്നവരും, ബന്ധുബലം കുറവുള്ളവരും, ഈശ്വരഭക്തരുമായി ഭവിക്കുന്നതാണ്. ഇവർ പൊതുവെ സത്യസന്ധരും ക്ഷമാശീലരും ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരുമാണ്. ഈ കാരണത്താൽ തന്നെ വേണ്ടത്ര ധൈര്യം കാണിച്ചില്ലെന്നു വരാം. മറ്റുള്ളവരുടെ ഉപദേശങ്ങളെ ഏറെ സ്വന്തം ലക്ഷ്യബോധമാണ് ഇവരെ നയിക്കുന്നത്. മിതവ്യയം ചെയ്യുക ഇവരുടെ മുഖമുദ്ര തന്നെയാണ്. യുക്തി വിചാരവും യഥാസ്ഥിതികതയും ഇവരിൽ ഒരേ സമയം കാണാം. നല്ല സംഭാഷണത്തിലൂടെ ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും. ആചാരാനുഷ്ഠാനങ്ങളിൽ ഇവർക്ക് വലിയ വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ്. പൊതുവെ ഈ നക്ഷത്ര ജാതകർക്ക് സ്വദേശത്തു നിന്നും വിട്ടു നിൽക്കുമ്പോഴാണ് ഇവർക്ക് അധികം ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. സാമ്പത്തികമായ കാര്യങ്ങളിൽ അച്ചടക്കവും അതുമൂലമുള്ള പിശുക്കും ഇവരുടെ പ്രത്യേകത തന്നെയാണ്. ന്യായമായ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇവർ ഏർപ്പെടുവാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം. കുടുംബാംഗങ്ങളെ സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്നത് ഇവരുടെ വളരെ വലിയ ഗുണമാണ്. ഭക്ഷണ കാര്യങ്ങളിൽ ഇവർ തങ്ങളുടേതായ താല്പര്യം പുലർത്തും. ആദർശനിഷ്ഠമായ രാഷ്ട്രീയ വിശ്വാസവും ഇവർക്കുള്ള ഒരു പ്രത്യേകത തന്നെയാണ്. ഈ നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ മകരം രാശിയുടെ അധിപനായ ശനിയും ദശാധിപൻ ചന്ദ്രനുമായതിനാൽ ഈ നാളുകാരിൽ ശനിയുടെയും ചന്ദ്രൻ്റെയും സ്വഭാവ സവിശേഷതകൾ കാണാവുന്നതാണ്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ആളുകളാണ് നിങ്ങളെങ്കിൽ ശാസ്ത്രങ്ങളെ അറിയുവാനും അന്യദേശത്ത് താമസിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. പൊതുവെ ദാനശീലരും സൗന്ദര്യാദി സൽഗുണങ്ങളുള്ള ഭാര്യയും സമ്പത്തും ഐശ്വര്യവും പ്രസിദ്ധിയും ഉള്ളവനും, വളരെയധികം സഞ്ചരിക്കുവാൻ താല്പര്യമുള്ളവനും, ബുദ്ധിമാനും ധാരാളം ചെലവ് ചെയ്യുന്ന സ്വഭാവമുള്ളവനുമായി ഭവിക്കുന്നു. ഇപ്രകാരമുള്ള പ്രമാണപ്രകാരമെല്ലാം തന്നെ ചിന്തിക്കുന്ന സമയത്ത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ബുദ്ധിയുള്ള ആളുകളും സൗന്ദര്യമുള്ള ആളുകളുമായിരിക്കും. കുലീനമായ പെരുമാറ്റവും അച്ചടക്കവും ചിട്ടയായുള്ള പ്രവർത്തന രീതിയും കൊണ്ടുതന്നെ എല്ലാവരുടെയും പ്രശംസ ഏറ്റുപറ്റുന്ന ഇവർ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താത്ത ആളുകളാണ്. ആരോഗ്യം സാമ്പത്തികവും വളരെയധികം മെച്ചപ്പെടുന്ന വർഷമാണ്. അനുകൂലമല്ലാത്ത രാഹുവിൻ്റെ സമയത്ത് ആശയക്കുഴപ്പം, പണനഷ്ടം, തൊഴിലിൽ തകർച്ച എന്നിവയ്ക്ക് കാരണമാകും. വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും സമാധാനപരമായ ജീവിതവും ലഭിക്കും. സംസാരത്തിൽ കഴിവ് വർദ്ധിക്കുകയും വേദങ്ങളും ദൈവിക കാര്യങ്ങളും മനസ്സിലാക്കുവാനുള്ള കഴിവ് ലഭിക്കുകയും ചെയ്യുന്നതാണ്.
മതകാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ദൈവിക കഴിവുകൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. കലാ സാംസ്കാരിക രംഗത്ത് മികവ് കൈവരിക്കുവാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും സാധ്യതയുണ്ട്. ജീവിതത്തിൽ വളരെയധികം ഉത്സാഹവും ഉത്കൃഷ്ടയും സ്ഥാനപ്രാപ്തിയും നേടുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയിക്കുവാനും സർക്കാർ സേവനം ലഭിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. വിവാഹിതരാകുവാനും സന്താനങ്ങളെ ലഭിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. സമൂഹത്തിൽ നിങ്ങളുടെ പ്രശസ്തിയും പല വിധത്തിലുള്ള ദ്രവ്യലാഭവും മനസ്സന്തോഷവും ലഭിക്കും. നിയമപരമായ കാര്യങ്ങളിൽ വിജയിക്കുവാനും ശത്രുക്കളെ വെല്ലുവിളിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. തിരുവോണം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ജോലിയിലും കരിയറിലും വളരെയധികം മാറ്റങ്ങൾ എത്തുന്ന കാലമാണ്. അതായത് ജോലിയിൽ തന്നെ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ അനുകൂലമായ തുടക്കങ്ങളുടെ കാലമാണ് വിഷു മുതൽ ഇനി സംഭവിക്കുവാൻ പോകുന്നത്. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനം എല്ലാ രീതിയിലും ഈ വർഷം ഫലവത്തായി മാറുന്നതാണ്. അതുപോലെ തന്നെ ജൂൺ മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം വളരെയധികം വർദ്ധിക്കുന്നതാണ്. അതായത് ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറും എന്നതാണ് ഏറ്റവും മികച്ച ഒരു കാര്യം. ധനപരമായി ചിന്തിക്കുമ്പോൾ ഈ വർഷത്തിൽ നിങ്ങൾക്ക് വരുമാനം വളരെയധികം വർദ്ധിക്കും. എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും തുടക്കമിടുന്ന ഒരു വർഷമാണ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. കാരണം വരുമാനം വർദ്ധിക്കുന്ന ഒരു ഭാഗത്ത് നിങ്ങളുടെ ചിലവുകളും വർദ്ധിക്കുന്നതിനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിന് ഏറ്റവും മികച്ച സമയമായതിനാൽ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായി എല്ലാവിധ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ആവശ്യമാണ്. വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ രീതിയിൽ പ്രശ്നങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഓരോ കാര്യങ്ങളിലും മുൻകരുതലുകൾ അനിവാര്യമായ കാര്യമാണ്. അവിവാഹിതരുടെ വിവാഹം നടന്നു കിട്ടും. അതുപോലെ വിവാഹം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു അനുകൂലമായ പല മാറ്റങ്ങളിലേക്കും എത്തിക്കുന്ന കാലമാണ്. അനുയോജ്യമായ വിവാഹാലോചനകൾ ഈ വർഷം വന്നു ചേരും. അതുപോലെ ദാമ്പത്യ ജീവിതത്തെ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും വളരെയധികം സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ ഈ വർഷം സാധിക്കുന്നതാണ്. വിവാഹം മാത്രമല്ല, പ്രണയവും സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന സമയമാണ്. ജീവിതത്തിൽ എല്ലാവിധ അർത്ഥത്തിലും നിങ്ങൾക്ക് മാറ്റം നിങ്ങളെ തേടിയെത്തും. വിവാഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യവും സംഭവിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്നതിനുമുള്ള യോഗമുള്ള വർഷമാണ് ഈ 2026. ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ ഈ വർഷം നിങ്ങൾ വളരെയധികം കരുതിയിരിക്കേണ്ട കാലമാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വെല്ലുവിളികൾ വന്നു ചേരും. പ്രത്യേകിച്ചും നിങ്ങളുടെ അനാവശ്യമായ ആശങ്കകൾ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും ബാധിക്കുവാൻ ഇടയുള്ള കാലമാണ്. കൂടാതെ പലപ്പോഴും ഒന്നിനു പുറകെ ഒന്നായുള്ള രോഗാവസ്ഥകൾ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. ചെറിയ ലക്ഷണം പോലും നിസ്സാരമാക്കരുത്. ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടുന്നത് വളരെയധികം ഗുണകരമാണ്. പൊതുവെ നിങ്ങൾക്കെല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കും. പ്രത്യേകിച്ചും സൗമ്യമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരുടെയും പ്രശംസ നേടുവാൻ കഴിയുന്നതാണ്. അതുപോലെ സഹോദര സ്ഥാനീയർ മുഖേന കാര്യസാധ്യം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം. വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ഇവ ലഭിക്കുന്നതാണ്. അതുപോലെ പിതാവിന് പിതൃസ്ഥാനീയർക്കോ അരിഷ്ടതകൾ അനുഭവപ്പെടും. നിങ്ങളുടെ ഗൃഹ അന്തരീക്ഷം വളരെയധികം സംതൃപ്തകരമായിരിക്കുന്നതാണ്. വാഹന സംബന്ധമായ ചില ചെലവുകൾ വന്നുചേരും. വർഷത്തിൻ്റെ മധ്യം കഴിഞ്ഞ് മനസ്സിന് വിഷമം നൽകുന്ന വാർത്തകൾ കേൾക്കേണ്ടി വരുന്നതാണ്. പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ വന്നു ചേരും. അന്യജന സഹായത്താൽ വളരെയധികം കാര്യവിജയമുണ്ടാകും. തൊഴിൽ രഹിതർക്ക് താൽക്കാലികമായ ജോലിയെങ്കിലും വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത. പൊതുപ്രവർത്തകർക്ക് അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വിഷമിക്കേണ്ടിയും വന്നു ചേരും.
വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിദേശത്ത് ജോലിയിലുള്ള ആളുകൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉടലെടുക്കും. അതുപോലെ കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യമുണ്ടാകുമെങ്കിലും അവയെയെല്ലാം തന്നെ നിങ്ങൾക്ക് അവയെയെല്ലാം തന്നെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കുന്ന വർഷമാണ്. അതുപോലെ അനാവശ്യമായ തർക്കങ്ങളിൽ യാതൊരു കാരണവശാലും ഏർപ്പെടാതിരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. തിരുവോണം നക്ഷത്ര ജാതകരായ നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഹനുമത് ഭജനം നടത്തുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി അവൽ, പഴം ഇവ നിവേദിക്കുക. പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ ഇരുന്ന് നാമജപം നടത്തുന്നതും നിങ്ങൾക്ക് വന്നു ചേരുന്ന കഷ്ടതകളെയെല്ലാം അകറ്റി നിർത്തുവാനും നല്ല സമയത്തിൻ്റെ ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കുവാനും സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.